സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം വൈകുമെന്നുള്ള വാർത്തയാണ് വരുന്നത്. കേസ് പരിഗണിക്കുന്നത് അടുത്ത ആഴ്ചയിലേക്ക് മാറ്റി. ഇത് 3-ാം തവണയാണ് കേസ് മാറ്റിവെക്കുന്നത്. മകനെ വേഗം തിരിച്ചെത്തിക്കാൻ നടപടി വേണമെന്നും കേസ് ഇനിയും നീട്ടരുതെന്നും റഹീമിന്റെ മാതാവ് ഫാത്തിമ പറഞ്ഞു. ചായമൊക്കെ തേടി എല്ലാവരും സാധനം കിട്ടിയില്ല. ഓനിതാ വരുന്നേ പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല. ഇന്നിപ്പോൾ എന്തായാലും വരും. അതാ കിട്ടും കൊടുത്തും എന്ന് അറിയിട്ടല്ലേ. ഇന്നത്തും കഴിഞ്ഞ് ഇങ്ങനെ നീട്ടി കൊണ്ടുപോകാൻ അന്ന് വരുമ്പോഴും ഇതേമാതിരി കേൾക്കണ്ടേ. അതിന് മുന്നിലായിട്ട് കുട്ടി ഒന്ന് എത്തിക്കാനുള്ള പരിഹാരങ്ങൾ ആരെങ്കിലും ഇതിനൊക്കെ ഉണ്ടാക്കി തരും. എന്നിട്ട് കുട്ടി നിൽക്കൊണ്ട് കാട്ടി തരും. അപ്പോൾ മോൻ ഒന്നിട്ട് ഇവിടെ എത്തി കാണാം 15-ാം തീയതി. അപ്പോൾ 15-ാം തീയതി കഴിഞ്ഞ് ഇന്നിപ്പോൾ എത്രാം തീയതി മാസം 2 മാസം. എന്നിട്ട് ഇങ്ങനെ വരുമ്പോൾ നീട്ടി കൊണ്ടുപോകും. ഇനി നീട്ടാതെ ഒന്ന് കാട്ടി തരുമോ, അല്ലെങ്കിൽ എന്നെ അവിടെ കൊണ്ടിട്ട് കുട്ടി അങ്ങോട്ട് എത്തിച്ചു തരുമോ? വി എസ് രഞ്ജിത്ത് ചേരുന്നു നമുക്കൊപ്പം. വി എസ് രഞ്ജിത്ത്, അനിശ്ചിതമായി നീളുകയാണ് അബ്ദുൾ റഹീമിന്റെ മോചനം. ഇനിയുള്ള സാധ്യതകൾ എങ്ങനെയാണ്? സുജയ, മകനെ കാത്തിരുന്ന് നിത്തൊരമ്മയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. 6 മാസത്തോളമായി 34 കോടി സലിഞ്ഞ് കളക്ട് ചെയ്ത് നൽകിയതാണ്. ആ പണം കൊടുത്തിട്ടും ഇതുവരെ അത് മോചനത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. ഇത് 3-ാം തവണയാണ് കോടതി മാറ്റിവെക്കുന്നത്. ജനുവരി 15-ാം തീയതിയിലേക്കാണ് അടുത്ത കേസ് മാറ്റിവെച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേസ് പരിഗണിച്ചപ്പോൾ 2 ഭാഗത്തിൻ്റെയും, റഹീമിൻ്റെ ഭാഗത്തിൻ്റെയും കൊല്ലപ്പെട്ട യുവാവിൻ്റെ ഭാഗത്തുമെല്ലാം കോടതി കേട്ടതാണ്. ഇനി വിധി പറയാൻ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് വിധി ഉണ്ടാകുമെന്നാണ് നിയമസഹായ സമിതി ഉൾപ്പെടെ പ്രതീക്ഷിച്ചത്. അവർക്കും അറിയില്ല എന്ത് സാങ്കേതികത്വം കൊണ്ടാണ് ഇത്തരത്തിൽ നീളുന്നതെന്ന്. പക്ഷേ ഇന്നുണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് കുടുംബം പരാതിപ്പെടുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് അനിശ്ചിതമായി നീളുന്നു, അതിന് പിറകിൽ എന്തെങ്കിലും കാരണമുണ്ടോ? ആ കാരണമുണ്ടെങ്കിൽ അന്വേഷിക്കണം. ഈ പണം പിരിച്ചതും ഈ ദിയാദനത്തിന് വേണ്ടിയുള്ള പിരിവ് നടന്നതും കോടതി ഇടപെടൽ നടന്നതും ഒക്കെ പദ്ധതിയിട്ടായിരുന്നോ, അതിലെന്തെങ്കിലും പാളിച്ച വന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെ അന്വേഷിക്കണം എന്ന അർത്ഥത്തിൽ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഇന്നുണ്ടാവുന്നുണ്ട്.